ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡേ ആണ്. അപ്പം ഒരു ഡിന്നർ ഉണ്ടാക്കാമെന്ന്. ഇപ്പോൾ ഇവിടെ ഒരു 5 മണി ആയില്ല, ഒരു 5 മണി സമയമാണ്. എനിക്ക് വേഗം ഉണ്ടാക്കണം. വെട്ടക്കുറവുണ്ടായിരിക്കും, കാരണം മഴ കാറ് പിടിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും മഴ പെയ്യാന്നുള്ള രീതി നിൽക്കുകയാണ്. അപ്പം ഇന്നൊരു ഹൈ പ്രോട്ടീൻ ഒരു ദോശയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ നല്ലൊരു ചട്നി. അപ്പോൾ അതെന്ന് പറയുമ്പോൾ അത് രണ്ടും മാത്രം, പിന്നെ എന്തെങ്കിലും ഒരു കുക്കുംബർ, ക്യാരറ്റ്, ഒരു സാലഡ് മാത്രമേ ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം ഇതിപ്പം ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന, വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ കഴിക്കുന്ന ഒരു ദോശയാണ്. ഇതിനങ്ങ് ഭയങ്കരമായ ഒരു ടേസ്റ്റും കാര്യങ്ങളൊന്നും ആക്ച്വലി ഇല്ല. അപ്പം അത് മനസ്സിൽ കണ്ട് വേണം എല്ലാവരും കഴിക്കാൻ വേണ്ടി. നമ്മൾ വെയിറ്റ് ലോസ് ഡയറ്റ് ഒക്കെ എടുക്കുമ്പം അങ്ങനെ ചില സാക്രിഫൈസ് ഒക്കെ നമ്മൾ ചെയ്യണമല്ലോ. അപ്പം ഇന്നത്തെ എൻ്റെ ഈ ഒരു ഹൈ പ്രോട്ടീൻ ദോശ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടേസ്റ്റ് ഒന്നുമില്ല. ഇതിൻ്റെ കൂടെ നല്ല പുളിയുള്ള ചട്നി ആണെങ്കിൽ എനിക്ക് നല്ലൊരു കോമ്പിനേഷനായിട്ട് തോന്നിയിട്ടുണ്ട്. നമ്മുടെ പരിപ്പ് ദോശ ഇല്ലേ, പരിപ്പൊക്കെ എല്ലാ പരിപ്പുകളും, കടലപ്പരിപ്പ്, തൂർദാൽ, ഉറുദാൽ, മറ്റേ എല്ലാ ദാലും ചേർന്നുള്ള അടദോശ എന്ന് പറഞ്ഞ സംഭവം ചെയ്യത്തില്ല. അതിന് പകരം പയറ് വർഗ്ഗങ്ങളെല്ലാം കൂടെ ചേർത്തുള്ള ഒരു ദോശ, അതാ ഞാൻ പറഞ്ഞത്. അപ്പം അതിനങ്ങ് ഭയങ്കരമായ ഒരു ടേസ്റ്റ് മിക്കവാറും കാണത്തില്ല. പിന്നെ ഞാൻ ഇതിൽ പയർ വർഗ്ഗങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ അരിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ മില്ലറ്റുമായിട്ട് ഇത് റീപ്ലേസ് ചെയ്യാം. നിങ്ങൾക്ക് റാഗിയോ അല്ലെങ്കിൽ ഏത് തരം പേൾ മില്ലറ്റ്, ലിറ്റിൽ മില്ലറ്റ്, അങ്ങനെ കുറേ തരം മില്ലറ്റ്സ് ഇല്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ഈ അരി റീപ്ലേസ് ചെയ്താൽ കുറച്ചുകൂടി ഒരു എന്താ പറയുന്നത് ഹെൽത്തിയാണ്. പക്ഷേ തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവരിങ്ങനെ മില്ലറ്റ്സ് കഴിക്കുന്നത് അത്ര തൈറോയിഡുമായിട്ട് അത്ര ചേർന്ന് പോകത്തില്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഞാൻ റാഗി കഴിക്കുന്ന കഴിവതും ഒഴിവാക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിയാണ്, നമ്മുടെ ഇഡ്ലി റൈസ് ഇല്ലേ, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് പകരം ഏതെങ്കിലും മില്ലറ്റാണ് ഇതിന് പകരം ഉപയോഗിക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടെ ഹെൽത്തിയാണ്. നല്ലൊരു വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു, വെയിറ്റ് ലോസ് മാത്രമല്ല ഡയബറ്റീസ് ആയിട്ടുള്ളവർക്കും ആ അരി മാറ്റി റാഗി റീപ്ലേസ് ചെയ്ത ഡയബറ്റീസുകാർക്ക് ഒന്നുകൂടെ ഹെൽത്തിയാണ്. പക്ഷേ അരി ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ബാക്കിയെല്ലാം കുറച്ചൊരു പോർഷനല്ലേ നമ്മൾ അരി ചേർക്കുന്നുള്ളൂ. അല്ലെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് എന്തെങ്കിലും ഒരു മില്ലറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് രാവിലെയോ രാത്രിയിലോ ഒക്കെ ചെയ്യാം. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരച്ചു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ദോശ ഇടാം. പക്ഷേ ഒരു നമ്മുടെ ഈ പയറ് വർഗ്ഗങ്ങൾ, അതായത് കടല, പയറ്, അങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ട് ഒരു 8 hours കുതിർക്കണം. 8 hours എങ്കിലും കുതിർന്നില്ലെങ്കിൽ എന്താ പറയുന്നത്, അത് അരച്ച് നമ്മളെപ്പോഴും കടലയും പയറും ഒക്കെ രാത്രി വെള്ളത്തിൽ ഇട്ടിട്ടല്ലേ രാവിലെ അത് എടുക്കുന്നത്. അപ്പൊ അത്രയും മണിക്കൂർ അത് കുതിരണം. അതുപോലെ തന്നെ ഇതും അത്രയും മണിക്കൂർ കുതിർത്തിട്ട് വേണം, ഒരു 8 hours കുതിർത്തിട്ട് വേണം അരയ്ക്കാൻ വേണ്ടിയിട്ട്. അത് കണക്കാക്കി കുതിർക്കുക. എന്നിട്ട് ദോശയാണെങ്കിൽ എന്താ പറയുന്നത്, പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടിടാം. പുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചുട്ടിടാം. അപ്പം നേരെ നമുക്ക് ഞാൻ കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ ഇത് ചെയ്തത് എന്താ പറയുന്നത്, എല്ലാം ഞാനെല്ലാം അരച്ച് വെച്ചിട്ടാണ് ഈ ഇൻട്രോ എടുക്കുന്നത്. അപ്പം നമുക്ക് അത് കുതിർക്കാൻ ഇട്ടോട്ട് എന്തൊക്കെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള ഒരു വീഡിയോ നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ കുതിരാൻ വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളക്കടല, 1/4 കപ്പ് കറുത്ത കടല, 1/4 കപ്പ് ഗ്രീൻ പീസ്, 1/4 കപ്പ് ചെറുപയർ, പിന്നെ ഏകദേശം ഒരു 1/4 കപ്പ്, 1 കപ്പ് തികച്ചില്ല, കപ്പ് ഇഡ്ലി റൈസ്, പിന്നെ ഉലുവ, 1 ടീസ്പൂൺ ഉലുവ, നമ്മുടെ വറ്റൽമുളക്, കാശ്മീരി ചില്ലിയാണ് ഇതും കുതിർത്ത് ഒരു 8 hours കുതിർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ദോശയ്ക്ക് അരയ്ക്കുന്ന പോലെ നല്ലപോലെ അരച്ചെടുക്കുക. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് അരച്ചപ്പോൾ ഞാൻ ഈ ജീരകം ചേർക്കുന്ന കാര്യം അങ്ങ് മറന്നുപോയി. അപ്പോൾ രണ്ടാമത്തെ ഇതിൽ ജീരകവും ചേർത്ത് പിന്നെ അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിനകത്ത് ഉപ്പും നമ്മുടെ കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് പിന്നെ അവരവർക്ക് ആവശ്യത്തിനുള്ള ആ ഒരു കൺസിസ്റ്റൻസി അനുസരിച്ച് അങ്ങ് വെള്ളം ചേർക്കുക. മാവെല്ലാം ഇവിടെ സെറ്റാണ്. ഇനി നമുക്ക് നല്ലൊരു കൊറിയാണ്ടർ എന്താ പറയുന്നത് പുളിയും, ഒരു കൊറിയാണ്ടർ കോക്കനട്ട് ചട്നി ഉണ്ടാക്കാം. പുളിയൊക്കെ ചേർത്ത് എനിക്ക് ഇച്ചിരി ഈ ഒരു ടൈപ്പ്
പുളിക്കാത്ത ദോശയുടെ കൂടെ ഒരു പുളിയുള്ള ചട്നി കൂട്ടുന്നതായിരിക്കും അതിൻ്റെ ഒരു കോമ്പിനേഷൻ. അപ്പം നമുക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നോ കോക്കനട്ട് ചട്നി ആക്കാം. വേണമെങ്കിൽ നമുക്ക് കോക്കനട്ടിന് പകരം കടലപ്പരിപ്പ് എടുക്കാം. ഞാൻ പക്ഷെ അത് ചെയ്യുന്നില്ല, കോക്കനട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അതെല്ലാം കൂടെ ചേർത്ത് ഒരു കൊറിയാണ്ടർ കോക്കനട്ട് ചട്നി ഉണ്ടാക്കാം. അപ്പം ആ ചട്നി ഉണ്ടാക്കിയിട്ട് നമുക്ക് ദോശ ഇടാം. ദോശമാവ് അതുവരെ ഇവിടെ ഇരിക്കട്ടെ. ദോശമാവ് അതുവരെ ഇരിക്കട്ടെ. നമുക്ക് ഒരു എന്താ പറയുന്നത് കൊറിയാണ്ടർ കോക്കനട്ട് ചട്നി ഉണ്ടാക്കാം. തേങ്ങ ചിരകിയത്, ഇഞ്ചി ചേർത്ത് കൊടുക്കുക, ഒരു പീസ് ഇഞ്ചി, പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളകാണ് എരിവിന്, 2 പച്ചമുളക്. ഇത് ഫ്രീസ് ചെയ്ത കൊറിയാണ്ടറാണ്. അത് ഞാൻ ഇപ്രാവശ്യം ഒന്ന് പരീക്ഷിച്ച് നോക്കിയത് ഒരു കാര്യം. ഫ്രീസ് ചെയ്ത കൊറിയാണ്ടർ അത് ചേർത്ത് കൊടുക്കുക. എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ദിവസമായി ഇത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഇരിക്കുമെന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം കൊറിയാണ്ടർ നമ്മുടെ മല്ലിയില ചേർത്തിട്ടുണ്ട്. ഇത് ഫ്രീസ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ ഇങ്ങനെ പൊട്ടിച്ചാണ് എടുക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട്. പിന്നെ നമ്മുടെ പുളി, ഇതെല്ലാം കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ ഇത് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനി നമുക്ക് സാധാരണ പോലെ കടുകും മുളകും ഉഴുന്ന് പരിപ്പും ഒക്കെ ഇട്ടൊന്ന് നല്ലതായിട്ട് കടുക് വറുത്തെടുക്കാം. എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തിയൊക്കെ റെഡിയായി. ഇത് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഇച്ചിരി സ്പീഡിലാണ് ചെയ്തത്. ഒന്നാമത് എനിക്ക് കഴിക്കാൻ സമയമായി. അതിൻ്റെ കൂട്ടത്തിൽ മഴക്കാർ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്, നല്ല കാറ്റുമുണ്ട്. അപ്പം എനിക്ക് കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അരയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അരപ്പരിപാടിയൊക്കെ ഞാൻ നേരത്തെ തീർത്തു. ഇനി നമുക്ക് പതുക്കെ കടുക് വറുത്ത് ദോശയൊക്കെ ചൂടാം. എണ്ണ ഒഴിച്ചു, കുറച്ച് എണ്ണ മതി. കൂടിപ്പോയെന്ന് എനിക്ക് തോന്നുന്നു. ചെറുതായിട്ടൊരു തിള വരുമ്പോഴത്തേന് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചമ്മന്തി, കൊറിയാണ്ടർ കോക്കനട്ട് ചമ്മന്തി റെഡിയായി. ഞാൻ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കിയിട്ടുണ്ട്. മാവ് ഏകദേശം ഈ ഒരു പരുവത്തിലിരിക്കും. കൺസിസ്റ്റൻസി ഏത് രീതിയിൽ അവരവരുടെ ആവശ്യത്തിനനുസരിച്ചാക്കുക. അപ്പോൾ ഞാൻ ദോശ ഇവിടെ ചുട്ടിട്ടുണ്ട്. ഇതങ്ങനെ പെട്ടെന്ന് ആവത്തില്ല കേട്ടോ. ഇത് കുറച്ച് സമയം നമ്മൾ കൊടുക്കണം. ഇത് എന്താ പറയുന്നത്, സാധാരണ നമ്മുടെ ദോശ ആകുന്ന കൂട്ട് സാധാരണ അരി ഉഴുന്നരച്ച ദോശയും ഗോതമ്പ് ദോശയ്ക്കാണെങ്കിൽ ചുട്ട് ഒരു കുറച്ച് കഴിയുമ്പോഴത്തേന് അത് നമുക്ക് തിരിച്ചിടാൻ പറ്റും. പക്ഷെ ഇതിങ്ങനെ മോൾ ഭാഗം കുറച്ചൊന്ന് അതിൻ്റെ ആ ഒരു മാവ് ഒന്ന് വെന്ത പോലൊന്നായി ഒന്ന് നിറം മാറിയിട്ട് വേണം ഇത് തിരിച്ചിടാൻ വേണ്ടി, അല്ലെങ്കിൽ മുറിഞ്ഞു പോകും. എനിക്ക് പലതവണ അബദ്ധം പറ്റിയിട്ടുണ്ട്. പിന്നെ നെയ്യ് ഞാനൊരു സ്വല്പം, ഒരു തുള്ളി നെയ്യ്, 2 ദോശയല്ലേ, 2-2.5 ദോശയൊക്കെ ഞാൻ എടുക്കത്തുള്ളൂ. അപ്പോൾ ഒരു സ്വല്പം നെയ്യ് ഒഴിക്കുന്നത്, നെയ്യ് കുറച്ച്, കാരണം ഒന്നാമത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ എല്ലാവരും ഇങ്ങനെ ഹൈ പ്രോട്ടീൻ ദോശ അങ്ങനെ ടേസ്റ്റ് അങ്ങനെ ഞാൻ പറയത്തില്ല. ഈ ഹൈ പ്രോട്ടീൻ ദോശ, ചെറുപയർ ദോശ, അങ്ങനെയുള്ള ദോശകൾക്കൊന്നും വലിയ ടേസ്റ്റ് ഇല്ല. പക്ഷെ ഇപ്പൊ റാഗി ദോശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കുഴപ്പമില്ല. മില്ലറ്റ് ദോശകൾ പിന്നെയും കുഴപ്പമില്ല. അരി റീപ്ലേസ് ചെയ്ത് മില്ലറ്റ് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത്രയും നമുക്ക് അരി ഉഴുന്നു അരച്ച ദോശ കഴിക്കുന്ന ആ ഒരു എഫക്റ്റ് കിട്ടിയില്ലെങ്കിലും അത്രയും ഈ ദോശകൾ തിന്നുന്ന ഒരു ഇത് കിട്ടത്തില്ല. ഈ ദോശകൾ തിന്നുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ നന്നായിട്ട് നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് തോന്നിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ദോശകൾക്കൊന്നും ഈ എത്രയൊക്കെ പറഞ്ഞാലും അത്രയ്ക്ക് വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അത് കണ്ടു തന്നെ ചെറുപയർ ദോശയാണെങ്കിലും എല്ലാത്തിനും ഭയങ്കരമായ ഒരു ടേസ്റ്റ് ഒന്നുമില്ല. അതെല്ലാം ഹെൽത്തി ആയിട്ടുള്ള സംഗതികൾക്ക് വലിയ ടേസ്റ്റ് ഇല്ലല്ലോ. അതിപ്പോൾ ഒട്ടുമുക്കാലും പേർക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും.
ആയിട്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ടേസ്റ്റില്ല. അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം നല്ല ടേസ്റ്റാണ്. അപ്പം ഈ ദോശയ്ക്ക് അങ്ങനെ ഭയങ്കരമായ ടേസ്റ്റ് പ്രതീക്ഷിക്കില്ല. പക്ഷെ ഈ ചട്നി സൂപ്പറാണ്, അത് ഞാൻ പറയാം. ഈ കൊറിയാണ്ടർ ടാമറിൻ ചട്നി ഇല്ലേ, അത് സൂപ്പറാണ്. അത് നമുക്ക് എന്തിൻ്റെ കൂടെയും, ഇഡ്ഡലിയുടെയും ദോശയുടെയും ഇതുപോലുള്ള ദോശയുടെ കൂടെയും കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ചട്നിയാണ്. കൊറിയാണ്ടറിന്റെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് തേങ്ങയും കൊറിയാണ്ടറും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ടും ചെയ്യാം. ഇതുപോലെ ഞാൻ ചെയ്ത പോലെ പച്ചക്കും ചെയ്യാം. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള ചട്നിയാണ്. പക്ഷേ ഈ ദോശ ഞാനിങ്ങനെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയുള്ള ദോശകൾ കഴിക്കും. നമുക്ക് ഒന്നാമത് ഇപ്പം ഞാൻ കുറച്ച് ദിവസമായി മീനൊന്നും അങ്ങനെ വാങ്ങിക്കുന്നില്ല. മുട്ടയും പിന്നെ ഇപ്പൊ പ്രോട്ടീൻ എന്ന് പറയുമ്പോഴത്തേക്കിനും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും. പയറുവർഗ്ഗങ്ങൾ കഴിച്ചാണ് ഇപ്പൊ 2-3 ദിവസമായിട്ട് ഞാൻ മീനൊന്നും അങ്ങനെ വാങ്ങിക്കുന്നില്ല. അപ്പോൾ ഞാൻ മീൻ 2-3 ദിവസമായിട്ട് വാങ്ങിക്കുന്നില്ല. പിന്നെ മുട്ട ഞാൻ ഇന്നലെ 2 എണ്ണം കഴിച്ചു. ഞാൻ വിചാരിച്ചു ഇന്ന് മുട്ടയ്ക്ക് ഒരു ബ്രേക്ക് കൊടുക്കാം, എന്നിട്ട് ഇതുപോലുള്ള ഇങ്ങനെ ഒരു ദോശ കഴിക്കാമെന്ന്. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലതല്ലേ ശരീരത്തിന്, അതുകൊണ്ട്. അപ്പോൾ ഇതിപ്പം കണ്ടോ, ഇപ്പം ഞാൻ പരുവം കാണിച്ചു തരാം. ഒരു പരുവം ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിടാം. അപ്പം ഇത് മുറിഞ്ഞു പോകത്തില്ല. അല്ലെങ്കിൽ ഈ ഒരു പരുവം ആകുന്നതിന് മുമ്പേ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് മുറിഞ്ഞു പോയിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിങ്ങനെ പരത്തുമ്പോൾ ഒത്തിരി അങ്ങ് അമർത്തി പരത്തല്ലേ. ഇതിങ്ങനെ കുറച്ച് ഒത്തിരി അങ്ങ് അമർത്തി ദോശ പരത്തല്ല. അപ്പോഴിങ്ങനെ നമ്മൾ കൂടുതൽ അങ്ങ് അമർത്തുമ്പോഴത്തേനുമാണ് ആ ഗ്യാപ്പുകൾ വരുന്നത്. അപ്പം ഇതിൻ്റെ 2 എണ്ണം ചുട്ട് ഞാൻ ഇന്ന് കഴിച്ച് 2 എണ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മതിയാവും. പിന്നെ ഇത് ഞാൻ നാളെ രാവിലെ ഇത് ഞാനങ്ങ് ഫ്രിഡ്ജിനകത്ത് ഇപ്പോൾ എടുത്ത് വെക്കും. കുറച്ച് നെയ്യ് ഞാൻ തൂത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ 2 എണ്ണം പിന്നെ കുറച്ച് ചമ്മന്തിയും കുറച്ച് കുക്കുംബറും കൂടെ കഴിച്ച് ഞാനങ്ങ് അവസാനിപ്പിക്കും. പിന്നെ എന്താ പറയുന്നത്, ഇത് 2 എണ്ണം കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മതിയാകും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. കുറച്ചൊന്ന് വയറും നിറയും. പിന്നെ കുറച്ച് കുക്കുംബറോ അല്ലെങ്കിൽ പഴവോ അങ്ങനെ എന്തെങ്കിലും കൂടെ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊന്ന് വയറ് നിറയും. പിന്നെ ഇതിനൊരു മടുപ്പ് ഫീലിംഗ് ഉണ്ടാകും, അത് വേറൊരു കാര്യം. ഇതെല്ലാം ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. കുറേ ടൈപ്പ് ഹൈ പ്രോട്ടീൻ ദോശകളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ഹെൽത്തിന് നല്ല എന്ന് പറഞ്ഞാലും ഞാനിങ്ങനെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന ചില ദിവസങ്ങളിലാണ് കൂടുതലും പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള ദോശകൾ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ കഴിവതും നമ്മുടെ സാധാരണ അരച്ച ദോശയോ അല്ലെങ്കിൽ ദോശ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും പ്രോട്ടീനായിട്ട്. ഇപ്പം ഞാൻ ഇന്നിത് മെയിനായിട്ടും ഉണ്ടാക്കാനുള്ള കാര്യം 2-3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ മീനൊന്നും അങ്ങനെ കഴിക്കുന്നൊന്നുമില്ല. അപ്പോൾ കഴിക്കാത്തത് കൊണ്ട്, മീനൊന്നും അങ്ങനെ മേടിക്കാത്തത് കൊണ്ട് ഇന്ന് കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് മുട്ടയൊക്കെ കൂട്ടി. അപ്പോൾ ഞാൻ ഇന്നൊരു ഇതിന് രാവിലെ വിചാരിച്ച് ഇതുണ്ടാക്കാം. പണ്ട് ഞാൻ നേരത്തെ എൻ്റെ ആദ്യ സമയത്ത് ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്തപ്പോഴത്തേക്കിനും ഇത് ഞാൻ ചെറുപയർ ദോശ, പിന്നെ ഈ ടൈപ്പ് ദോശ, പിന്നുള്ളത് മറ്റേ കടലപ്പൊടി കൊണ്ട് നമ്മൾ ചീല ഉണ്ടാക്കത്തില്ലേ, അപ്പോൾ അതൊക്കെ ഞാൻ വെറുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് വല്ലപ്പോഴും, എനിക്കൊന്ന് ഞാനൊരു 2 ആഴ്ച കൂടുമ്പോഴേ ഇങ്ങനത്തെ ടൈപ്പ് ഹെൽത്തി ആയിട്ടുള്ള മീൻസ് ഇങ്ങനൊരു നമ്മൾ റെഗുലറായിട്ട് നമ്മൾ വീട്ടിലുണ്ടാക്കാത്ത ഒരു കാര്യം ഉണ്ടാക്കത്തുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത് ഉണ്ടാക്കിയപ്പോഴത്തേക്കിനും അതിൻ്റെ വീഡിയോ അങ്ങിടാം. 2 ദിവസമായിട്ട് ഭയങ്കര മടിയാണ് വീഡിയോ എടുക്കാനും വീഡിയോ എഡിറ്റ് ചെയ്യാനും എല്ലാം. ഒന്നാമത് കാലാവസ്ഥ ഭയങ്കരമായിട്ടിരിക്കുമ്പോൾ ഒരു സാഡ് ഫീലിംഗ് എനിക്ക്. ഇങ്ങനത്തെ ഉച്ചയ്ക്കെങ്ങാനും ഒരു വെയിൽ വന്നാലായി, അല്ലാതെ ഇവിടെ വെയിൽ ഇങ്ങനെ മൂടിയ കാലാവസ്ഥയാണ്. അതുകൊണ്ടൊരു സാഡ്നെസ് എപ്പോഴും ഫീൽ ചെയ്യിക്കുന്നു. അപ്പം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഒരു എനർജറ്റിക് ഒരു ഉന്മേഷം തോന്നുന്നില്ല. പിന്നെ ഇന്ന് വിചാരിച്ചു, ഇന്ന് രാവിലെ ഞാനിത് ഇന്ന് രാവിലെ എണീറ്റപ്പോഴേ ഞാൻ ഇതിങ്ങനെ വിചാരിച്ചു ഇതാക്കാവുന്ന. പിന്നെ ഇപ്പം അരി ഉഴുന്ന മാവ്, റാഗി മാവ് പെട്ടെന്ന് പുളിക്കുന്നുണ്ട്. പക്ഷെ അരി ഉഴുന്നും അരച്ച മാവ് പുളിക്കാൻ ഭയങ്കര പാട് മാറിയപ്പോഴത്തേനും. റാഗി ഒരു ഉച്ചയ്ക്ക് അരച്ച് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴത്തേനും പുളിച്ചിരിക്കും. പക്ഷെ അരി ഉഴുന്നും പിന്നെയും വൈകുന്നേരമാവും. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് അരച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ആകുമ്പോഴേ പുളിച്ച് കിട്ടുന്നുള്ളൂ.
അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അത് ഇട്ടില്ല ഇന്നലെ, ഞാൻ അരച്ചില്ല. ഞാൻ ഇന്ന് ഇതാക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഞാൻ ഗോതമ്പ് ദോശ കഴിച്ചത്. അപ്പം ഇത് ആക്ച്വലി ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ്. ഹൈ പ്രോട്ടീൻ ഒരു ദോശയാണ്. കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. എനിക്ക് പക്ഷെ വലിയ താല്പര്യമില്ല, എന്നാലും ഞാൻ കഴിക്കാൻ ശ്രമിക്കും ഇങ്ങനെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുമ്പോഴത്തേനും. അപ്പോൾ ഞാൻ എൻ്റെ സത്യസന്ധമായ ഒരു കാര്യം ഞാനങ്ങ് പറഞ്ഞതാണ്. ഭയങ്കര ഒരു ടേസ്റ്റ് എന്ന് പ്രതീക്ഷിച്ച് ഇതുണ്ടാക്കില്ല. വെയിറ്റ് ലോസ് ചെയ്യുന്നവർ ഭയങ്കര ഒരു ടേസ്റ്റ് എന്ന് പ്രതീക്ഷിച്ച് ഇതുണ്ടാക്കില്ല. നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കണം, വെയിറ്റ് കുറയ്ക്കണം, അങ്ങനെയുള്ള ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് ഇത് 2 3 ചമ്മന്തിയും കൂട്ടി കഴിക്കുക. പിന്നെ കുറച്ച് സാലഡ്സും അതിൻ്റെ കൂട്ടത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയി. അപ്പൊ എന്തായാലും ഇന്ന് അങ്ങനെ നമ്മുടെ ദോശ ഇവിടെ റെഡിയായി. ഞാൻ ഇതിൽ 2 ഫോട്ടോ എടുക്കട്ടെ തമ്മിലിന് വേണ്ടിയിട്ട്. ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ദോശ. ചൂടോടെ കഴിച്ചാൽ അത്രയും നല്ലത്, ആറി കഴിഞ്ഞാലും വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അപ്പം ഇതും ഇത് അതാ ഞാൻ പറഞ്ഞ ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല പുളിയുള്ള ചമ്മന്തി ചട്നി ആയിരിക്കും നല്ലത്. ആണ് ഇന്ന് എൻ്റെ ഈ ചട്നി. ഇത് ശ്രീഹരിയുടെ ഫേവറേറ്റ് ചട്നിയാണിത്. ഇതിൻ്റെയും കൂടെ ഒരു ഫോട്ടോ എടുക്കട്ടെ. ഞാൻ കഴിക്കാം. എനിക്ക് സമയം ഒരുപാടായി, 5:30. ചമ്മന്തിയും കൂടെ വരുമ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റും. ചമ്മന്തി നല്ല ചമ്മന്തി ആയിരിക്കണം. അപ്പം ഞാനത് കഴിക്കട്ടെ. കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് കൺക്ലൂഷൻ പറയാം, അല്ലെങ്കിൽ സമയം പോകും. ഇതിലൂടെ ഞാനത് എടുക്കണം. കുക്കുംബർ അല്ലേ, ഇന്ന് കുക്കുംബർ വേണം. ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചതാ, അല്ലെങ്കിൽ ഒരു പഴം തിന്നാം ഇന്ന്. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കൂടെ തിന്നാം. കുറച്ച് കുക്കുംബറും ക്യാരറ്റും അരിഞ്ഞത്, അല്ലെങ്കിൽ ഒരു പഴം. അത് ഓരോരുത്തരുടെ ഇഷ്ടമുള്ള പോലെ അങ്ങ് കഴിക്കുക. അപ്പൊ നമുക്കിനി ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞാനിത് എൻ്റെ പേഴ്സണൽ ഒരു ഇഷ്ടത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എങ്കിലും ഞാൻ ഉള്ള കാര്യം ഞാനങ്ങ് പറഞ്ഞതാണ്. എനിക്ക് അതിൻ്റെ ടേസ്റ്റ് വലുതായിട്ട് ഇഷ്ടമല്ല, പെട്ടെന്ന് മടുക്കുകയൊക്കെ ചെയ്യും. 1-2 എണ്ണത്തിൽ കൂടുതൽ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇത് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചത്. ഇത് ഇഷ്ടപ്പെടുന്നവർ കാണും തീർച്ചയായിട്ടും. ഇങ്ങനെയുള്ള ഈ ദോശയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ കാണും. എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. അതുകൊണ്ട് എൻ്റെ ഒരു വീഡിയോയിലും ഞാൻ എൻ്റെ ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഞാൻ ഫുഡ് റൂട്ടീൻ്റെ വീഡിയോയിൽ ഒന്നും ഞാൻ അങ്ങനെ ഇതങ്ങനെ കാണിച്ചിട്ടില്ല. എപ്പോഴും അരി ഉഴുന്ന് അരച്ച ദോശ അല്ലെങ്കിൽ ഗോതമ്പ് പുട്ട് ചപ്പാത്തി അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ സാധാരണ ഇത് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കും. ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുമ്പോൾ ഇപ്പം ഇഷ്ടപ്പെടുന്ന പേര് കാണും. അപ്പം ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കാം. ശരീരത്തിന് ഭയങ്കര ഗുണമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഡയബറ്റിക് ഫ്രണ്ട്ലി ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അരി റീപ്ലേസ് ചെയ്ത് മില്ലറ്റ് എന്തെങ്കിലും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പെർഫെക്റ്റ് ഡയബറ്റിക് ഫ്രണ്ട്ലി ഒരു സംഭവം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാൻ. ഡിന്നർ ഇപ്പം ഇത് പക്ഷെ വിശപ്പ് ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഭവം കഴിക്കുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രേവിങ്സ് കുറയും. നമ്മുടെ ആ ഒരു ഇപ്പം 2 ദോശ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തേക്ക് നമുക്കൊന്നും തോന്നത്തില്ല. നല്ലപോലെ ക്രേവിങ്സ് എടുക്കാൻ പറ്റും ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള സംഭവങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു ഗുണം. പക്ഷെ അതിനുപകരം കാർബ് കൂടുതലുള്ളത് ഷുഗറി ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്രേവിങ്സ് വീണ്ടും ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഇങ്ങനെയുള്ള ദോശയുടെയൊക്കെ ഒരു ഗുണം. അതാണ് ഈ പ്രോട്ടീൻ കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വയ്ക്കത്തില്ല. അപ്പം അതിന് പകരം നമുക്ക് നമ്മുടെ പല ക്രേവിങ്സും നമുക്ക് അടക്കാൻ പറ്റും പ്രോട്ടീൻ റിച്ച് ആയ ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ. അതിനാണ് പ്രോട്ടീൻ കൂടുതൽ ഉൾപ്പെടുത്തണം, മീൽസിൽ പ്രോട്ടീൻ കൂടുതൽ ഉൾപ്പെടുത്തണം എന്നീ പറയുന്നത്. പിന്നെ ശരീരത്തിനും നല്ലതാണ്. അപ്പം
ഇന്നത്തെ ഒരു ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഡിന്നർ റെസിപ്പി ഇതായിരുന്നു. എൻ്റെ ഒരു ഡിന്നർ ഇതായിരുന്നു. ഇനി പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് ഞാൻ ഈവനിങ് ബ്ലോഗായിട്ട് എടുക്കാത്തതിനായിരുന്നു. ഒന്നാമത് മഴയും ഇതുമൊക്കെയാണ്. പിന്നെ ഞാൻ ആ ഒരു രീതിയിൽ വീഡിയോ എടുത്തു വന്നു കഴിഞ്ഞാൽ ഏത് നിമിഷം വേണേലും കറണ്ട് പോകാം. കാരണം നല്ല കാറ്റാണ് ഇവിടെ, പ്രത്യേകിച്ച് വൈകുന്നേരമൊക്കെ നല്ല കാറ്റാണ്. അതുകൊണ്ട് ഈ ചട്നി ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചട്നിയാണ്. കൊറിയാണ്ടർ കോക്കനട്ട് ചട്നി. കൊറിയാണ്ടറിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഈ ചട്നി ഭയങ്കര ഇഷ്ടം. നല്ല ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ട്രൈ ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ റെസിപ്പി ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർ, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിലൊക്കെ ഇരിക്കുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു സോ മച്ച്.